വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇൻഫർമേഷൻ പറയട്ടെ. വൃത്തിയില്ലാത്ത ജീവിത പങ്കാളിക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ കഴിയുമോ? കുളിക്കുന്നതും നനയ്ക്കുന്നതുമെല്ലാം തീർത്തും വ്യക്തികളുടെ സ്വകാര്യതയാണ്. മാത്രവുമല്ല ഇത് അവരുടെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗവുമാണ്. എന്നിരുന്നാലും ഈ സ്വഭാവ രീതി ജീവിത പങ്കാളിയിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതായത് ഇത്തരത്തിൽ വൃത്തിയില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പം ബെഡ് ഷെയർ ചെയ്യുന്നത്, സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത്, അവരോടൊപ്പം ജീവിക്കുന്നത്, ഇതെല്ലാം തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ബുദ്ധിമുട്ടായി മാറും. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം ജീവിത പങ്കാളിക്ക് ഈ കാരണം കാണിച്ചുകൊണ്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ കഴിയും. വിവാഹശേഷം ഭർത്താവ് കുളിക്കുന്നില്ല എന്ന് കാണിച്ച് യു.പിയിൽ ഒരു സ്ത്രീ ഭർത്താവിനെതിരെ വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നു. ഭർത്താവ് കുളിക്കാത്തത് ഭർത്താവിന്റെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമാണെങ്കിൽ കൂടി ഭാര്യയ്ക്ക് ഇത് മാനസികമായ പീഡനത്തിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിയ കോടതി ഈ കാരണം കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് അനുവദിക്കുകയും ചെയ്തു. അതായത് കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിയില്ലാതെയും ഒക്കെ ജീവിക്കുന്നവർ മനസ്സിലാക്കുക, ഈ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ കഴിയും. വീഡിയോ ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കൂ.